യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് മുതൽ പല വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ജോസെ മൗറിഞ്ഞിനെ പോർച്ചുഗൽ അവരുടെ കോച്ചാക്കണമെന്ന്. ഫൈനലി അത് നടക്കാൻ പോവുകയാണ്. 2026, അതായത് ഇക്കൊല്ലം നടക്കുന്ന ആ ഒരു വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ജൂൺ ജൂലൈയിൽ നടക്കുന്ന വേൾഡ് കപ്പ്, ഇത് കഴിയുന്നതോടുകൂടി റോബർട്ടോ മാർട്ടിനസ് എന്ന നിലവിലെ പോർച്ചുഗൽ പരിശീലകന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ്. പകരം പോർച്ചുഗൽ ടീമിലേക്ക് എത്തിക്കാൻ, ടീമിന്റെ കോച്ചാക്കാൻ ആഗ്രഹിക്കുന്നത് ജോസെ മൗറിഞ്ഞിനെയാണ്. അറിയാലോ, പോർച്ചുഗൽ അവരുടെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും മികച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ പോർച്ചുഗീസ് ടീമിലുണ്ട്. അപ്പോൾ ഈ ഒരു ടീം എന്ന് പറയുമ്പോൾ, ഈ ഒരു പോർച്ചുഗീസ് ടീമിൽ അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കോച്ച് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ. ഞാൻ 2016 ഇവർ യൂറോ നേടി, അതിനുശേഷം 2018 വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു നടത്തിയത്. അപ്പോൾ ആ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ജോസെ മൗറിഞ്ഞിനെ കോച്ചാക്കിയിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇത്രയും ഡിലേ ആക്കി കളഞ്ഞു. ഇപ്പോൾ 2026 ഈ ഒരു വേൾഡ് കപ്പ് നേടാനായില്ലെങ്കിൽ റോബർട്ടോ മാർട്ടിനസിനെ മാറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് ജോസെ മൗറിഞ്ഞിനെ കോച്ചാക്കും. ജോസെ മൗറിഞ്ഞോ ഫുട്ബോൾ ചരിത്രം കണ്ട വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോച്ചുകളിൽ ഒരാളാണ്. അത് പോർച്ചുഗലിനെ സംബന്ധിച്ച് ഇത്രയും മികച്ചൊരു കോച്ച് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ഡിലേ ചെയ്തു എന്നതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു നാഷണൽ ടീമിനെ കോച്ച് ചെയ്താൽ കൊള്ളാം, അവർക്കൊപ്പം വേൾഡ് കപ്പോ യൂറോ ഒക്കെ നേടാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. പോർച്ചുഗൽ ആകായാൽ, അതായത് പോർച്ചുഗലിന്റെ കോച്ചായാൽ അതെനിക്ക് കുറച്ചുകൂടി പോർച്ചുഗലിനൊപ്പം ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എൻ്റെ രാജ്യമാണ് പോർച്ചുഗൽ. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുമാണ്. വർഷം 2000-ലായിരുന്നു പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള ബെനിഫിക്കയിൽ ജോസെ മൗറിഞ്ഞോ അദ്ദേഹത്തിന്റെ ആ ഒരു കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000 മുതൽ 2002 വരെ ജോസെ മൗറിഞ്ഞോ പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള ബെനിഫിക്കയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പരിശീലക കരിയർ കൊണ്ടുപോയത്. അതിനുശേഷം പോർട്ടോയിലേക്ക് പോകുന്നു. പോർട്ടോയിലാണ് യഥാർത്ഥത്തിൽ ജോസെ മൗറിഞ്ഞോ എന്ന പരിശീലകന്റെ കരിയർ തന്നെ മാറുന്നത്. 2002 മുതൽ 2004 വരെയായിരുന്നു പോർട്ടോയിൽ അദ്ദേഹം പരിശീലക സ്ഥാനത്തുണ്ടായിരുന്നത്. ആ ഒരു കാലയളവിൽ 2004 പോർട്ടോ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, എല്ലാവരെയും നെട്ടിച്ചു കളഞ്ഞു. കാരണം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ വളരെ വലിയ മികച്ച ടീമുകളുണ്ടായിട്ട് അവരെയെല്ലാം പരാജയപ്പെടുത്തി അവർക്കൊന്നും നേടാൻ കഴിയാതെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് തൂക്കി. പോർട്ടോ എന്ന ഒരു കൊച്ചു ടീം തൂക്കി. ഇത് ഒരു ലോകത്തിന് മൊത്തം ശ്രദ്ധ ഈ ഒരു കോച്ചിലേക്ക് എത്തുന്നതിന് വഴിവഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സീസണിൽ തന്നെ ചെൽസി അവരുടെ കോച്ചാക്കി. 2004 മുതൽ 2007 വരെ ചെൽസിയുടെ കോച്ചായിരുന്നു ജോസെ മൗറിഞ്ഞോ. ചെൽസിയിൽ വളരെ മികച്ച നേട്ടങ്ങൾ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് 2008 ഇന്റർ മിലാനിലേക്ക് താരം പോവുകയാണ്. ഇന്റർ മിലാനിൽ അതിന്റെ കോച്ചായിട്ട് 2008 ജോസെ മൗറിഞ്ഞോ എത്തുന്നു. 2008 മുതൽ 2010 വരെ ഇന്റർ മിലാന്റെ കോച്ചായിരുന്നു. ഈ ഒരു കാലയളവിൽ ഇന്റർ മിലാനെ കൊണ്ട് ആ ഒരു ട്രിപ്പിൾ എന്ന ആ ഒരു നേട്ടം ജോസെ മൗറിഞ്ഞോ സ്വന്തമാക്കുകയും ചെയ്തു. സീരിയ, കോപ്പ ഇറ്റാലിയ, ചാമ്പ്യൻസ് ലീഗ് 2010-ലായിരുന്നു ഇന്റർ മിലാൻ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഇന്ററിൽ ഇത്രയും മികച്ച പെർഫോമൻസ് നടത്തിയ ജോസെ മൗറിഞ്ഞോയെ റയൽ മാഡ്രിഡ് അങ്ങ് റാഞ്ചി. 2010-ലായിരുന്നു റയലിലേക്ക് എത്തുന്നത്. 2010 റയലിലെത്തി. അതിനുശേഷം റയലിൽ മികച്ച പെർഫോമൻസ് ജോസെ മൗറിഞ്ഞോ നടത്തിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് 100 പോയിന്റ് എന്ന ആ ഒരു റെക്കോർഡ് നേട്ടം ലീഗിൽ സ്വന്തമാക്കി. ലാ ലിഗ തൂക്കി. റയലിനൊപ്പം 2010 മുതൽ 2013 വരെ ജോസെ മൗറിഞ്ഞോ ഉണ്ടായിരുന്നു. ഈ ഒരു കാലയളവിൽ 2012-ലായിരുന്നു ജോസെ മൗറിഞ്ഞോ 100 പോയിന്റ് എന്ന ആ ഒരു അപൂർവ നേട്ടം, ഒരു ടീമിനും എത്തിപ്പെടാൻ പറ്റാത്ത ആ ഒരു നേട്ടം ലാ ലീഗയിൽ സ്വന്തമാക്കി റയൽ മാഡ്രിഡിനെ ചാമ്പ്യന്മാരാക്കിയത്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ചെൽസിയിലേക്ക് പോയി. 2013 മുതൽ 15 വരെ ചെൽസിയിലായിരുന്നു. സർ അലക്സ് ഫെർഗൂസൺ പോയതിനു ശേഷം തകർന്നു തുടങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കായിരുന്നു അദ്ദേഹം അതിനുശേഷം പോയത്. 2016 മുതൽ 2018 വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിരുന്നു ജോസെ മൗറിഞ്ഞോ. UEFA, യൂറോപ്പ ലീഗ്, ലീഗ് കപ്പ് എന്നീ നേട്ടം അദ്ദേഹം സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം. അലക്സ് ഫെർഗൂസൺ പോയതിനു ശേഷം ഒരു കോച്ച് വന്നിട്ട് വളരെ മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ജോസെ മൗറിഞ്ഞോയാണ്. അതിനുശേഷം അദ്ദേഹം ടോട്ടൻഹാമിന്റെ പരിശീലകനായിരുന്നു. 2019 മുതൽ 2021 വരെ ടോട്ടൻഹാമിന്റെ പരിശീലകനായിരുന്നു. പിന്നീട് ഇറ്റലിയിലേക്ക് വീണ്ടും പോയി AS റോമയിലേക്ക്. 2021 മുതൽ 2024 വരെ AS റോമയുടെ പരിശീലകനായിരുന്നു. 2022 യൂറോപ്പ ലീഗിന്റെ ഫൈനലിലേക്ക് AS റോമയെ എത്തിച്ചു. കോൺഫെഡറേഷൻ ലീഗ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് തുർക്കിഷ് ക്ലബ്ബായിട്ടുള്ള ഫെഡർബാഷ്യയിലേക്കായിരുന്നു ജോസെ മൗറിഞ്ഞോ പോയിരുന്നത്. ഒറ്റ സീസണിലായിരുന്നു അവിടെ കോച്ച് ചെയ്തത് 2024 മുതൽ 2025 വരെ. പിന്നീട് ബെൻഫിക്കയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ഇപ്പോൾ ബെൻഫിക്കയുടെ കോച്ചാണ്. ബെൻഫിക്കയെ റയൽ മാഡ്രിഡിന്റെ ബെൻഫിക്കയുടെ പരാജയപ്പെടുത്തിയിരുന്നു 2-4 ഗോളുകൾക്ക്. അത് മാത്രമല്ല, ജോസെ മൗറിഞ്ഞോയുടെ കീഴിൽ ബെൻഫിക്ക തോറ്റിട്ടില്ല. വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോച്ചിനും ഇതുവരെ എത്തിപ്പെടാൻ കഴിയാത്ത അപൂർവമായിട്ടുള്ള ഒരു റെക്കോർഡ് ജോസെ മൗറിഞ്ഞോ സ്വന്തമാക്കിയിട്ടുണ്ട്. UEFA നടത്തുന്നത് 3 ടൂർണമെന്റുകളാണ്. ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്, കോൺഫെഡറേഷൻ ലീഗ്. ഈ 3 ടൂർണമെന്റും അടിച്ച,
യുഎഫയുടെ എല്ലാ ടൂർണമെന്റും അടിച്ച ഏക മാനേജറാണ് ജോസ് മൗറിഞ്ഞോ. വ്യത്യസ്ത ലീഗുകളിൽ 8 ലീഗ് ട്രോഫി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ചാമ്പ്യൻസ് ലീഗും ലാ ലീഗയും ഇറ്റാലിയൻ സീരിയയും ഉൾപ്പെടും. ഇതുവരെ കരിയറിൽ മൊത്തം 1227 മത്സരങ്ങളിലാണ് ഇദ്ദേഹം ടീമിനെ കോച്ച് ചെയ്തിട്ടുള്ളത്. അതിൽ 758 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ടീം വിജയിച്ചിട്ടുണ്ട്. 248 മത്സരങ്ങൾ സമനിലയായപ്പോൾ 221 മത്സരങ്ങളിൽ മാത്രമാണ് ജോസെ മൗറിഞ്ഞോയുടെ ടീം പരാജയപ്പെട്ടിട്ടുള്ളത്. ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് എത്ര മികച്ച പരിശീലകനാണ് ജോസെ മൗറിഞ്ഞോ എന്നത്. കരിയർ വിന്നിംഗ് പെർസെൻറ്റേജ് 61.78, മൊത്തം 26 ട്രോഫികളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം കോച്ചായിരുന്ന സമയത്ത് ഭൂരിഭാഗം സമയത്തും അദ്ദേഹത്തിന്റെ ടീം മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. വലിയൊരു ടാക്ടിക്കൽ കോച്ചൊന്നുമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ടീമിൽ, അതായത് ഉള്ള പ്ലേയേഴ്സ് ടീമിൽ ആരൊക്കെയുണ്ട് അവരെ വെച്ച് ഒരു കിടിലൻ കളിയാണ് അവർ കളിപ്പിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു മെന്റാലിറ്റി. ഇപ്പൊ പെപ് ഗാർഡിയോളെ പോലെ കുറേ പ്ലേയേഴ്സിനൊന്നും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ടീമിൽ ആരുണ്ടോ ആ പ്ലേയേഴ്സിനെ വെച്ച് ആ രീതിയിലുള്ള ഒരു ഗെയിം, വേറെ ലെവൽ ഗെയിം കളിപ്പിക്കുന്ന ഒരു പരിശീലകനാണ് ജോസ് മൗറിഞ്ഞോ. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ആ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് റയൽ മാഡ്രിഡിനൊപ്പമായിരുന്നു, 71.91%. പിന്നീട് FC പോർട്ടോയ്ക്കൊപ്പം 71.68%. പിന്നെ അദ്ദേഹം ചെൽസിയിൽ 2 തവണ അദ്ദേഹം ചെൽസിയുടെ പരിശീലകനായി മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ തവണയാണ് 67.03%. അപ്പോൾ ഫുട്ബോൾ ചരിത്രത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രേറ്റസ്റ്റ് കോച്ച് പോർച്ചുഗലിന്റെ കോച്ചിങ് സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഇതുവരെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ജോസെ മൗറിഞ്ഞോ പോയി കഴിഞ്ഞാൽ ബെൻഫിക്കയുടെ കോച്ചാകാൻ സാധ്യതയുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുപോയിട്ടുള്ള റൂബൻ അമോറിം ആണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. റൂബൻ അമോറിമിനെ ബെൻഫിക്ക അവരുടെ കോച്ചിങ് സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. അറിയാലോ, സ്പോർട്ടിങ്ങിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു കോച്ചാണ് റൂബൻ അമോറിം. സ്പോർട്ടിങ്ങിനെ വെച്ച് മാഞ്ചസ്റ്റർ സിറ്റിയെ വരെ പരാജയപ്പെടുത്തിയിട്ടുള്ള കോച്ചാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും പോർച്ചുഗീസ് ലീഗിലേക്ക് പോവുകയാണ്. ഇത്തവണ ബെൻഫിക്കയുടെ കോച്ചായിട്ടായിരിക്കും എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.